മുസ്ലിം ലീഗിനെതിരെ വീണ്ടും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരെന്നാണ് വിമർശനം. മലബാർ കലാപം നടന്ന മണ്ണിൽ നിന്ന് ഉയർന്ന പാർട്ടിയാണെന്ന് മറന്നു. ലീഗ് ശ്രമിക്കുന്നത് വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി പദമാണെന്നും ആരോപണം. ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെടില്ലെന്നും SNDP മുഖപത്രം യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, ഇതാദ്യമായല്ല ലീഗിനെതിരെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടത്തുന്നത്. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി പദമടക്കം തേടാൻ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ലീഗ് തയ്യാറാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തികച്ചും അധിക്ഷേപപരമായ പരാമർശങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു. എന്താണ് യോഗനാഥത്തിലുള്ളത്? രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ ഭാഷയിൽ മുസ്ലിം ലീഗിനെ അധിക്ഷേപിക്കുന്നത്. മാത്രവുമല്ല, രൂപത്തിലും ഭാവത്തിലും ഘടനയിലും എന്തിന് വേഷത്തിൽ പോലും മതം കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നതെന്നും അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ തനി പതിപ്പാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചെന്നൈയിൽ രൂപം കൊടുത്ത ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് എന്നും അതെല്ലാവർക്കും ഇപ്പോഴും അറിയാമെന്ന കാര്യം മുസ്ലിം ലീഗ് മറന്നുപോകുന്നു എന്നും പറയുന്നു. മാത്രമല്ല, KM ഷാജിയും മുസ്ലിം ലീഗിനെയൊക്കെ പോലെയുള്ള ആളുകൾ നടത്തുന്ന വർഗീയ പ്രചാരണങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട് എന്ന പരാമർശവും ഇതിൽ പറയുന്നു. മാത്രവുമല്ല, വളഞ്ഞ വഴിയിലൂടെ എങ്ങനെയും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള വർഗീയ അജണ്ടയുമായിട്ടാണ് മുസ്ലിം ലീഗ് നടക്കുന്നത് എന്നും അതിനു വേണ്ടിയിട്ട് ഇടതുമുന്നണിയിൽ ചേക്കേറിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പേര് വെച്ചെഴുതിയ മുഖപ്രസംഗത്തിൽ പരാമർശിക്കുന്നത്. ജിൽസി, ശരി, ഷൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.